വിദ്യാർത്ഥിയായാലും അധ്യാപകരായാലും സ്കൂളിൽ വൈകി എത്തുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. എന്നാൽ വൈകി എത്തിയതിൻ്റെ പേരിൽ ഒരാളെ മർദ്ദിച്ചാൽ അത് അതിനേക്കാളും വലിയ കുറ്റം തന്നെയാണ്. ആഗ്രയിലെ ഒരു സ്കൂളിൽ വൈകി എത്തിയെന്ന കുറ്റത്തിന് അധ്യാപികയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് പ്രധാനാധ്യാപിക. സംഭവത്തിൻ്റെ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ആഗ്രയിലുള്ള സീഖന ഗ്രാമത്തിലെ ഒരു പ്രീ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നത്. ഗുഞ്ച ചൗധരി എന്ന അധ്യാപിക വൈകിയെത്തിയത് സ്കൂളിലെ അധ്യാപിക ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. താൻ വൈകിയെത്തിയത് ചോദ്യം ചെയ്യാൻ പ്രധാനാധ്യാപികക്ക് യോഗ്യതയില്ലെന്നും അവർ കഴിഞ്ഞ 4 ദിവസമായി വൈകിയാണ് എത്തിയിട്ടുള്ളത് എന്നുമായിരുന്നു ഗുഞ്ച ചൗധരിയുടെ മറുപടി. ആദ്യം ഇരുവരും തമ്മിൽ കടുത്ത വാക്തർക്കമാണ് ഉണ്ടായതെന്ന് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പരിസരമാണെന്ന് പോലും മറന്ന് ഇരുവരും പരസ്പരം തെറി വിളിക്കുകയാണ് ചെയ്തത്. പിന്നീട് ശാരീരിക ഉപദ്രവവും തുടങ്ങി. പ്രധാനാധ്യാപിക അധ്യാപികയുടെ മുഖത്ത് മർദ്ദിക്കുന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഇവരുടെ സഹപ്രവർത്തകർ തന്നെയാണ് വീഡിയോ എടുത്തതും. പ്രധാനാധ്യാപിക അവരുടെ പദവിക്ക് യോജിക്കാത്ത കാര്യമാണ് ചെയ്യുന്നതെന്ന് സഹ അധ്യാപകർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ആക്രമണത്തിൽ ഗുഞ്ച ചൗധരിക്ക് മുഖത്തേറ്റ മുറിവിൻ്റെ പാടുകളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തർക്കത്തിനിടയിൽ ഇരുവരെയും പിടിച്ചുമാറ്റാൻ സഹപ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അതെല്ലാം വിഫലമായി മാറുകയായിരുന്നു. പ്രധാനാധ്യാപിക അധ്യാപികയുടെ മുഖത്തടിക്കാൻ ശ്രമിക്കുന്നതും കഴുത്തിന് പിടിക്കുന്നതുമെല്ലാം വീഡിയോയിൽ വ്യക്തമാണ്. അധ്യാപികയും പ്രധാനാധ്യാപികയും സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. വീഡിയോ വൈറലായതോടെ സംഭവം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അധ്യാപകരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകർ ഇത്തരത്തിൽ പെരുമാറുന്നത് ഞെട്ടിക്കുന്നതാണെന്നും പലരും പറഞ്ഞു. സികന്ദ്ര പോലീസ് സ്റ്റേഷനിലാണ് അധ്യാപകരുടെ പരാതി ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് സ്കൂളിൽ നടന്നത്. അധ്യാപകർ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് വിവരം. അധ്യാപകർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. BSA ജിതേന്ദ്രകുമാർ ഗൗണ്ട് പറഞ്ഞു. സ്കൂൾ പരിസരത്ത് വെച്ച് നടന്ന തർക്കം ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലാവുകയും ചെയ്തതോടെ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നടപടികളിലേക്ക് കടക്കും. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി തന്നെ ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.